ഹലോ, ഇന്നൊരു കുക്കറിൽ വെജ് പുലാവിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ എടുത്തു വയ്ക്കുക. അതൊന്ന് സ്ക്വയർ ഷേപ്പിലോ നീളത്തിലോ അരിഞ്ഞു കൊടുക്കുക. കുക്കറിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഗ്രാമ്പൂ, ഏലക്ക, പട്ട ഇതൊക്കെ ആഡ് ചെയ്ത് ചെറിയ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് കീറിയിട്ടതും പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് വീണ്ടും ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൽ കോളിഫ്ലവർ ആഡ് ചെയ്താൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. എൻ്റെ കയ്യിൽ കോളിഫ്ലവർ ഇല്ലായിരുന്നു. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് തക്കാളിയും വഴണ്ട് കഴിയുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല. ഒരു അര ടീസ്പൂൺ ഗരം മസാല മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് അരിയിടാം. അരി ഞാനിപ്പോൾ 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് ബസ്മതി റൈസ് ഇട്ട് അതും ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. കുക്കറിലാകുമ്പം 1.5 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് ഒന്നുകൂടെ നോക്കിയിട്ട് ഒറ്റ വിസിലടുപ്പിക്കുക. ഒരു 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യുക. തുറന്ന് നോക്കുക. നമ്മുടെ ടേസ്റ്റി വെജ് പുലാവ് റെഡി.